കൊല്ലം ക്ലാപ്പനയിൽ കുടുംബാരോഗ്യ കേന്ദ്രം വഴി വിതരണം ചെയ്ത രക്തസമ്മർദ്ദ ഗുളിക നിലവാരമില്ലാത്തതാണ് എന്ന പരാതിയുമായി രോഗികൾ. റബ്ബർ പോലെ വളയുന്ന ഗുളിക കഴിച്ചപ്പോൾ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നാണ് രോഗികൾ പറയുന്നത്. അസുഖം മൂർച്ഛിച്ചതോടെയാണ് ഗുളികകൾ പരിശോധിക്കാൻ തുടങ്ങിയത്. പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് വിതരണം നിർത്തിവെച്ചുവെന്ന് ക്ലാപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ വ്യക്തമാക്കി. ക്ലാപ്പനയിലെ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രം വഴി വിതരണം ചെയ്ത രക്തസമ്മർദ്ദം കുറയ്ക്കാനുള്ള മെറ്റോപ്രൊലോൾ സക്സിനേറ്റ് എന്ന ഗുളിക സംബന്ധിച്ചാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഗുളിക കഴിച്ച പലർക്കും രക്തസമ്മർദ്ദം കുറയാതായതോടെയാണ് ഗുളികകൾക്ക് ഗുണനിലവാരമില്ലെന്ന് തിരിച്ചറിഞ്ഞത്. അസുഖം മാറുന്നില്ല. അപ്പോൾ അവർ പറയുമോ എനിക്കെന്താ ഈ പ്രഷർ കുറയാത്തതെന്ന് എന്നും ചെല്ലുമ്പോൾ ചോദിക്കും. ഞാൻ പറയും എനിക്കറിയത്തില്ല, ഞാൻ ഉപ്പും പുളിയൊന്നും കൂട്ടത്തില്ല, പൊരിച്ചമീൻ തിന്നത്തില്ല, അച്ചാർ കൂട്ടത്തില്ല, പിന്നെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഈ കഴിഞ്ഞ മാസം 7-ാം തീയതി പോയപ്പോഴും എനിക്ക് കൂടുതലാണ്. ഗുളിക പകുതിയാക്കി കഴിക്കാൻ പലരും ശ്രമിച്ചപ്പോഴാണ് ഗുളിക റബ്ബർ പോലെ വളയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഗുളികയ്ക്ക് റബ്ബർ മണവും അനുഭവപ്പെടുന്നുണ്ട്. ഗുളിക കഴിച്ച പലർക്കും ശാരീരിക ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടു. ഹെൽത്തിൽ നിന്ന് ആളൊക്കെ വന്നിട്ട് നമ്മുടെ ഈ ചെയ്ത കൂട്ട് തന്നെ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് നോക്കുകയും അത് അലിയാത്ത ഒരു അവസ്ഥയും റബ്ബർ പോലെ വലിഞ്ഞു വരുന്ന ഒരു സംഭവമാണ് നമ്മളും കണ്ടത്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വിതരണം ചെയ്ത ഗുളിക സംബന്ധിച്ചാണ് പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് വിതരണം നിർത്തിയതായി ക്ലാപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഇപ്പം വന്ന ബാച്ചിൽ 30,000 ഗുളികയാണ് ഉള്ളത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഗുളിക നിർത്തിവെക്കാൻ, അതായത് കൊടുക്കുന്നത് നിർത്തിവെക്കാൻ നിർദ്ദേശം കൊടുക്കുകയും കൊടുത്തിട്ടുള്ളവർക്ക് അത് കഴിക്കേണ്ട എന്നുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ട് പരിശോധിച്ചപ്പോഴും ഗുളിക അലിയുന്നില്ല. ക്ലാപ്പന പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാത്രം 30,000 ഗുളികകളാണ് ഇത്തരത്തിലെത്തിയത്. സംസ്ഥാനത്ത് മറ്റിടങ്ങളിലും ഇതേ ബാച്ചിലുള്ള ഗുളികകൾ എത്തിയിട്ടുണ്ടെന്നാണ് വിവരം. ഗുളിക കൂടുതൽ പരിശോധനകൾക്കായി ഡ്രഗ്സ് ലാബിലേക്ക് അയച്ചു. ന്യൂസ് മലയാളം, കൊല്ലം.